ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സിമ്പിൾ എന്ന ബ്രാൻഡിൻ്റെ 100% സോപ്പ് ഫ്രീ ഫേസ് വാഷിനെ കുറിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് വേരിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലൊന്ന് റിഫ്രഷിംഗ് ഫേഷ്യൽ വാഷാണ്, രണ്ടാമത്തത് മോയ്സ്ചറൈസിംഗ് ഫേഷ്യൽ വാഷാണ്. ഈ രണ്ട് ഫേസ് വാഷിൻ്റെയും ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, ഹൗ ടു യൂസ്, ഇൻഗ്രീഡിയൻസ്, പിന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം റിഫ്രഷിംഗ് ഫേഷ്യൽ വാഷിനെ കുറിച്ചിട്ട് പറയാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 100% സോപ്പ് ഫ്രീ ആണ്. പിന്നെ ഇത് ഹൈപ്പോ അലർജനിക് ആണ്. ഇപ്പോൾ എന്തെങ്കിലും അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അലർജി ഒന്നും ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഫേസ് വാഷ് അല്ല. നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസോ ഡ്രൈനെസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്കിന്നിനെ പാമ്പർ ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ പ്രോ വൈറ്റമിൻ B5 അതേപോലെ വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല നറിഷ്മെൻറ്റും ഗ്ലോയിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസോ അല്ലെങ്കിൽ ഹാർഷ് കെമിക്കൽസോ ഒന്നുമില്ല. ഇനിയൊരു ഫേസ് വാഷിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് പറയാം. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഒട്ടും ഡ്രൈ ആക്കാതെയാണ് ഇത് ക്ലെൻസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ മോയ്സ്ചർ ബാലൻസിനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് ആണ്, ഇത് സെൻസിറ്റീവ് സ്കിന്നിന് സ്യൂട്ടബിൾ ആണ്. പിന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും റേഡിയൻ്റ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള പ്രോ വൈറ്റമിൻ B5, വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്ന് ക്ലീൻ ആയിട്ടിരിക്കാൻ മാത്രമല്ല, സ്കിന്ന് നല്ല നറിഷ്ഡ് ആയിട്ടിരിക്കാനും സിൽക്കി സ്മൂത്ത് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് വളരെ ജെന്റിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഡെയിലി യൂസിന് കംഫർട്ടബിൾ ആണ്. മോർണിംഗ് ഈവനിങ് സ്കിൻ കെയർ റൂട്ടീനിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ആദ്യം നന്നായിട്ട് വെറ്റ് ആക്കണം. അത് ചെറു ചൂടുവെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു സ്മോൾ എമൗണ്ട് നമ്മുടെ ഫിംഗർ ടിപ്സിൽ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ജെന്റ്ലി മസാജ് കൊടുക്കുക. നമ്മുടെ ഐ ഏരിയ ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഒരു സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു സോഫ്റ്റ് ടവൽ ഉപയോഗിച്ചിട്ട് പാഡ് ഡ്രൈ ചെയ്യുക. ശേഷം നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് അത് ഫോളോ അപ്പ് ചെയ്യുക. ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. പിന്നെ ഇതെല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണ്. എന്നാലും നോർമൽ ഓയിലി കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി പറയുന്നത് മോയ്സ്ചറൈസിംഗ് ഫേഷ്യൽ വാഷിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വളരെ ജെന്റിലാണ്. നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ്സോ ഇറിറ്റേഷൻസോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രോ വൈറ്റമിൻ B5, വൈറ്റമിൻ ഇ, പിന്നെ ബിസ് അബലോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടി വന്നിട്ടുണ്ട്. സ്കിൻ നറിഷിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ പറഞ്ഞതെല്ലാം. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഒരു ഫേസ് വാഷിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നുമില്ല. പിന്നെ സോപ്പ് ഫ്രീ ആണ്. ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ഫേസ് വാഷ് ഹൈപ്പോ അലർജനിക് ആണ്, നോൺ കോമിഡോജനിക് ആണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് വല്ല അലർജി വരുമോ അല്ലെങ്കിൽ സ്കിന്നിൽ വല്ല ബ്രേക്ക്ഔട്ട്സ് വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് ക്ലെൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലെ പ്രോ വൈറ്റമിൻ B5, വൈറ്റമിൻ ഇ, പിന്നെ ബിസ് അബലോൾ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ്, ഇതൊക്കെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. ഡ്രൈ കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഈ രണ്ട് ഫേസ് വാഷിനെ കുറിച്ചിട്ട് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണോ എന്നുള്ളത്. ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും സ്യൂട്ടബിൾ ആണ്. എല്ലാ സ്കിൻ ടൈപ്സിനും ഒരു ജെന്റൽ ക്ലെൻസിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ആക്നെ പ്രോൺ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതാണ്. ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഈ ഒരു സിമ്പിളിൻ്റെ ഈ രണ്ട് വേരിയൻസും. ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ജെന്റിലായിട്ടാണ് ഇത് ക്ലെൻസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം വരാം. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മോർണിംഗ് ആൻഡ് ഈവനിങ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരാവുന്ന വേറൊരു സംശയമാണ്, ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട്സ് അല്ലെങ്കിൽ ആക്നെയൊക്കെ വരുമെന്ന്. ഒരിക്കലും വരില്ല. ഇത് നോൺ കോമിഡോജനിക് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ പോർസിലൊക്കെ കയറിയിരുന്ന് പോർസിനെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് അല്ല. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ വരാവുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ കറണ്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഏതൊക്കെയാണോ അതിൻ്റെ കൂടെയൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 385 ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.